ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ അമ്പലത്തിലെ ഉത്സവമാണ് സുഹൃത്തുക്കളെ, കുംഭഭരണിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ രാവിലെ കൊത്തിയോട്ടൊക്കെ കാണാനായിട്ട് അമ്പലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ശ്രീയാചളിയും വീട്ടിലില്ലായിരുന്നു ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അധികം നേരം അമ്പലത്തിൽ നിന്ന് കറങ്ങില്ല. ഞാൻ പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ വന്നത് ഉച്ചയായപ്പോഴത്തേക്ക്, സത്യസമയമായപ്പോഴത്തേക്ക് വാഴയില വെട്ടാനായിട്ട് എന്നെ അമ്മ പറമ്പിലൊക്കെ പറഞ്ഞു വിട്ടാണ്. ഞാൻ മുണ്ടൊക്കെ മടക്കി കുത്തി പിച്ചത്തിയൊക്കെ ആയിട്ട് ഞാൻ കറങ്ങി ചെന്ന് വെട്ടേണ്ട വാഴ സ്കെച്ച് പോകാനുള്ള മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ വാഴ പോലും അറിയാതെ വാഴയിലും വെട്ടിക്കൊണ്ട് അകത്ത് നിന്നപ്പോഴത്തേക്ക് അമ്മ നല്ല കിഡിലോസ് കിട്ടുള്ള സദ്യക്കുള്ള ഐറ്റംസ് ഒക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അതെല്ലാം വിളമ്പി പഴം പപ്പടം പായസം എല്ലാം കൂട്ടി നല്ല കിഡിലോസ്ക്ക് സദ്യയൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകിട്ടായപ്പോഴത്തേക്ക് കെട്ടുകാഴ്ച കാണാനായിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ശ്രീരാജാവിൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ പട്ടിയെ കുറേ കൊഞ്ചുകൾ നേരെ ഞങ്ങൾ അമ്പലത്തിലെ കെട്ടുകാഴ്ച കാണാനായിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങി സുഹൃത്തുക്കളെ. പോകുന്ന വഴിക്ക് ഒരുപാട് കൂട്ടുകാരെ കണ്ടു സുഹൃത്തുക്കളെ. പലനാൾ കാണാറുന്ന ഒരുപാട് കൂട്ടുകാരെയും ഡെയിലി കാണുന്ന പല പല കൂട്ടുകാരെയും കണ്ടു. അനന്തുവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കപ്പലണ്ടി മേടിച്ച് കഴിച്ച് ഞങ്ങൾ അവിടുന്ന് വീണ്ടും പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ വീണ്ടും ഒരു കൂട്ടുകാരെ കണ്ടു സുഹൃത്തുക്കളെ. അവരുടെ ഹായ് ബൈ ടാറ്റ കെട്ടിപ്പിടുത്ത കൊടുത്ത് അവിടുന്ന് പോകുന്ന വഴിക്ക് വീണ്ടും കുറച്ച് കെട്ടുകാഴ്ചകളൊക്കെ കണ്ട് പോകുന്ന വഴിക്കാണെങ്കിൽ ദീപക് സ്വന്തം കര എന്ന് പറഞ്ഞുകൊണ്ട് കുതിരയുടെ മണ്ട കയറി നിൽക്കുന്നത് അവൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ അവൻ്റെ മുണ്ട് പിടിച്ച് വരാനുള്ള ശ്രമമാണ് കഴിച്ച് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് വീണ്ടും കൂട്ടുകാരെ കണ്ട് ഞങ്ങൾ തളർന്നു പോയി സുഹൃത്തുക്കൾ. ക്ഷീണമൊക്കെ മാറാനായിട്ട് ഞങ്ങൾ നേരെ അപ്പച്ചോണ്ട കടയിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് ശ്രീരാജിൻ്റെ വിയേഡായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഞാൻ കണ്ടു സുഹൃത്തുക്കളെ. ടിലോ, അതായത് മധുരമുള്ള ടിലോയ്ക്ക് അത് ഉപ്പിട്ടാണ് ശ്രീരാജ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അമ്പരന്ന് ഞാൻ മാറുമ്പോഴത്തേക്ക് ശ്രീരാജ് പോയി നിന്ന് നാരങ്ങ കച്ചവടം ചെയ്യുന്നത്. അവരുണ്ടാക്കിയ നാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി തന്നെ കുടിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിപ്പോയി ഞങ്ങൾ പോയി ഈ സാധനം മേടിച്ചു. ഈ ഒരു മസാല പോലത്തെ സാധനം പച്ചക്കറിയൊക്കെ ഉണ്ടായത് ന്യൂട്രീഷൻ ആണെന്ന് പറഞ്ഞിട്ട് മേടിച്ചാണ് ഒടുക്കത്തെരുവ്. ആ എരിവ് മാറാനായിട്ട് വീണ്ടും ഞങ്ങൾ അപ്പച്ചോണ്ട കടയിൽ വന്ന് വീണ്ടും ഒരു നാരങ്ങളും കുടിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. നല്ല നാരങ്ങളും, ആഹാ എന്താ അന്തസ്. നാരങ്ങളും കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഒരു കൂട്ടുകാരനെ കണ്ട്. അപ്പോഴത്തേക്ക് രാവിലെ സുഹൃത്തുക്കളെ. അങ്ങനെ കുംഭപ്പരണിയുടെ അവസാന ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. ചിട്ടളങ്കരാമയുടെ എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാ കുതിരയുടെ ചേട്ടും തേരിൻ്റെ ചുവട്ടിലൊക്കെ വന്ന് ചിട്ടളങ്കരാമ എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ കുംഭപ്പരണി അടിച്ചു പൊളിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ പയ്യൻ്റെ വീട്ടിലൊക്കെ നീങ്ങുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ആൻഡ് ബൈ ബൈ.